പ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ക്ഷേത്രോത്സവം ഫെബ്രുവരി 17-ന് കൊടികയറി മാർച്ച് 8-ന് കൂട്ടക്കള മഹോത്സവത്തോടെ സമാപിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ മഹോത്സവം ഫെബ്രുവരി 17-ന് കൊടികയറി മാർച്ച് 8-ന് കൂട്ടക്കള മഹോത്സവത്തോടെ സമാപിക്കും. മാർച്ച് 17-ന് വൈകിട്ട് 7-നും 7:30-നും മധ്യേ ചിങ്ങം രാശി മുഹൂർത്തത്തിൽ തന്ത്രി ഡോക്ടർ ഷിബു ഗുരുപദം കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ കൊടിയേറ്റ് പ്രസാദ വിതരണം നടക്കും. മാർച്ച് 7-ന് നടക്കുന്ന തെക്കേച്ചേരുവാര മഹോത്സവത്തിൽ രാവിലെ 8-ന് ശ്രീബലി, വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി, 7-ന് ദീപാരാധന, വിളക്ക്, വെടിക്കെട്ട്, 8:30-ന് വയലിൻ കച്ചേരി, 11-ന് പള്ളിവേട്ട എന്നിവ നടക്കും. മാർച്ച് 8-ന് വടക്കേച്ചേരുവാര കൂട്ടക്കള മഹോത്സവത്തിൽ രാവിലെ 7:30-ന് ശ്രീബലി, 12:30-നും 1-നും മധ്യേ കുടിമരച്ചോട്ടിൽ കുരുതി, തുടർന്ന് വലിയ കാണിക്ക, വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി, രാത്രി 8-ന് കരിമരുന്ന്, 8:30-ന് ദീപക്കാഴ്ച, രാത്രി 10-ന് ഗാനമേള, 12-ന് പ്രസിദ്ധമായ ഗരുഡൻ തൂക്കം വഴിപാട്, പുലർച്ചെ 5-ന് ആറാട്ട് എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ, കമ്മിറ്റി അംഗങ്ങളായ CS സ്വാമിനാഥൻ ചളിയിൽ, അനിൽ ബാബു കൊച്ചുകുട്ടൻ, ദേവസ്വം മാനേജർ മുരുകൻ പരക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാധാരണ പണ്ടെല്ലാം കൊടിയേറുമ്പോൾ തെക്കേ ചെരുവാനും വടക്കേ ചെരുവാനും എന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് അരി കൊടുക്കുകയായിരുന്നു. അവർ അരി വെച്ച് രണ്ടുപേർത്തേക്ക് കൊടുക്കുകയും തമ്മിൽ വഴക്ക്, അല്ലെങ്കിൽ അതിനകത്ത് വേവിക്കുമ്പോൾ മണ്ണുവാരിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാകും. അങ്ങനെ സാംസ്കാരികമായ ഒരുപാട് അർത്ഥനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉള്ളതെന്നുള്ളതുപോലെ പറയാം. പക്ഷെ അതിനെല്ലാം ഞങ്ങളൊരു മാറ്റം വരുത്തി. കൊല്ലങ്ങളോ പിടിച്ചു. തെക്കേ ചെരുവാരത്തിനും വടക്കേ ചെരുവാരത്തിനും ഒരു ചെരുവാരത്തിനും അരി ഒന്നും കൊടുക്കില്ല. എല്ലാ അരി സംഭാവനയായി ഭക്തരങ്ങൾ തരുന്ന അരി വാങ്ങിച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത്, തെക്കുമുറി പഞ്ചായത്തും നമ്മുടെ ഈ പഞ്ചായത്തുമാണ് പ്രധാനമായും സഹകരിച്ചുകൊണ്ട് അവർ ഈ പച്ചക്കൊല ആളെയും കൂടെ പഴയ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് വേണ്ടി തന്നെ പല വീട്ടുകാരും അതിനുവേണ്ടി അമ്പലത്തിൽ തരാൻ വേണ്ടി വാഴ വയ്ക്കുന്നുണ്ട്. ആ വാഴ ഇവിടെ വെട്ടിക്കൊണ്ടുവന്ന് പഞ്ചായത്തുകാർ തരുമ്പോൾ അവർക്ക് എൻ്റെ പ്രതിഫലം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് അമ്പലത്തിൽ കൊടിമരത്തിന് കൊടിമര സദ്യക്കുള്ള വേണ്ടി മാത്രം ഈ പ്രദേശത്ത് ഒരുപാട് പാളക്കോടൻ പഴം വാഴക്കൊല വയ്ക്കുന്നുണ്ട്. ആ വാഴക്കൊല വെട്ടി ഈ രണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ പഞ്ചായത്ത് പ്രവർത്തകർ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ഇവിടെ നല്ല കൊണ്ടുതരുന്നുണ്ട്. അതുപോലെ അരികളെല്ലാം തന്നെ ഭക്തജനങ്ങൾ ഓരോ ചാക്കായിട്ട് തരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ വെച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 35,000-ഓളം ആളുകൾക്ക് ഞങ്ങൾ കൊടുത്തു. ഈ കൊല്ലം ഒരു 40,000 ആളെങ്കിലും ഈ കൊടിമര സദ്യ കഴിക്കാൻ വേണ്ടി അതൊരു വഴിപാടായിട്ടും ഒരു ഔഷധമായിട്ട് കണക്കാക്കിക്കൊണ്ട് ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തിൻ്റെ സമീപ പ്രദേശത്ത് നിന്നെല്ലാം അകലെ നിന്നെല്ലാം വന്ന് ആ കൊടിമര സദ്യ കഴിക്കാൻ ഇവിടെ വരാറുണ്ട്. ഇത്തവണയും ഈ 17-ാം തീയതിയാണ് കൊടിമര സദ്യ കൊടുക്കുന്നത്. അത് കാണാനും ആസ്വദിക്കാനും അത് സേവിച്ച് രോഗമുക്തി നേടാനും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. ഇതുപോലെ ഈ കൊടിയേറ്റ് സദ്യ മറ്റൊരു പ്രദേശത്തും ഇല്ല എന്നുള്ളത് സത്യമാണ്.